ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സൻഫീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ആ ഒരു ബീഫ് വേവേണ്ട ടൈം മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അത്രയും സിമ്പിളാണ്. ഉള്ളി തക്കാളി ഒന്നും പ്രത്യേകം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് മാത്രമല്ല വളരെ ടേസ്റ്റിയും കൂടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. നമുക്കിത് അപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ ചോറിൻ്റെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എല്ലാവരും തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനി ഇതാ നമ്മുടെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബീഫൊക്കെ നല്ലപോലെ വൃത്തിയായി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 2-2.5 കിലോളം ബീഫ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സൈസ് വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അധികം വലിയ സൈസും അല്ല, എന്നാൽ വല്ലാണ്ടങ്ങ് ചെറുതുമല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കിയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം. പക്ഷെ അങ്ങനെ ആകുമ്പോൾ വെന്തു എന്ന സമയത്ത് വല്ലാണ്ടങ്ങ് ചെറുതായി പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു സൈസ് വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ബീഫൊക്കെ നല്ലപോലെ വൃത്തിയായി കഴുകി എടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒരു സ്റ്റെയിനറിൽ വെച്ച് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയത്. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്തതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീഡിയം സൈസിലുള്ള 2 സവാള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മീഡിയം സൈസിലുള്ള 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി എത്രയാണോ എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെയാണ് കേട്ടോ ഞാൻ തക്കാളി എടുത്തിട്ടുള്ളത്. തക്കാളിയും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് വേണ്ടിയിട്ട് 7 പച്ചമുളകും പിന്നെ നാരങ്ങയുടെയൊക്കെ സൈസ് വലുപ്പത്തിൽ വരുന്ന ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു ബൾക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ അരച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1/2 ടീസ്പൂൺ ടു 1 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം ബീഫിൽ നിന്നൊക്കെ എന്തായാലും നെയ്യ് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പുതിന മല്ലിയിലയും കൂടി മിക്സ് ആക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫിലൊക്കെ നമ്മുടെ ആ ഒരു മസാല നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോഴേ നല്ലപോലെ ബീഫിൽ മസാലയൊക്കെ പിടിക്കത്തുള്ളൂ. എന്നിട്ട് ഞാൻ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 മണിക്കൂർ വരെയൊക്കെ മാറ്റി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാം. ഇനി തീരെ ടൈമില്ലാന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാതെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അറിയാമല്ലോ, നമ്മളിങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ബീഫ് റോസ്റ്റിന് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാനിതൊരു 5 മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ ബീഫിൽ നിന്നൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ബീഫൊക്കെ നല്ലപോലെ വെന്ത് വരുന്നത് വരെ ഒരു 6 വിസിലോളം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. പിന്നെ ഞാനിത് ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്ന വീഡിയോ ഇല്ലേ, അത് കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ, സോറി. അപ്പോൾ കുക്കറിൻ്റെ എയറൊക്കെ ഫുള്ളായിട്ട് പോയതിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട്. 6 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് മാത്രം വേവിച്ചെടുത്താൽ മതി. എനിക്കിപ്പം 6 വിസിൽ കൊണ്ട് തന്നെ ബീഫൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഗ്രേവിയോട് കൂടെ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇങ്ങനെയല്ല ചെയ്യുന്നത്, വേറെ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ ബീഫ് എത്രമാത്രം വെന്ത് വന്നിട്ടുണ്ട് എന്ന് കേട്ടോ. ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. ഇനി ഞാൻ വേറൊരു പാത്രം നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ബീഫിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഗ്രേവി നല്ലപോലെ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെമി ഗ്രേവിയിലൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാം.
പിന്നെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. സിമ്പിളാണ്, വളരെ എളുപ്പമാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ ആ ഒരു റോസ്റ്റ് എത്രമാത്രം ടേസ്റ്റ് ആണെന്ന്, ഞാൻ എത്രമാത്രം വറ്റിച്ചെടുത്തിട്ടുണ്ടെന്നും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല നല്ല റെസിപ്പീസോ അല്ലെങ്കിൽ വ്ളോഗ്സോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.